ചേച്ചി, വളരെ ദാരുണമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ചേച്ചിയുടെ പേര് വാസന്തി അല്ലേ? ഇത് നമ്മുടെ കൊല്ലം ജില്ലയില് അപ്പുറം പത്തനംതിട്ട ജില്ല, ഇവിടെ കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ എത്രാമത്തെ വാർഡായത്? 4-ാം വാർഡ്. വീടില്ല, വീടൊക്കെ പൊളിച്ചു മാറ്റി ഇപ്പൊ ഈ വസ്തുവും വിറ്റു അനാഥമായി ഇവിടെ തന്നെ ജീവിക്കുക അല്ലേ? ആഹാരമില്ല, ജീവിക്കാൻ വീടില്ല, ബാത്റൂമിലായിരുന്നു അവസാനം കിടന്നിരുന്നത്. അപ്പൊ അത് ഇടിച്ചു പൊളിച്ചു. ഈ വാങ്ങിയ ആൾക്കാര് അല്ല, അതാരോ വാങ്ങിച്ചു. പിന്നെ ഇതേ എന്തായിരുന്നു സംഭവിച്ചത്? സെന്റ് സ്ഥലം ഈ വാങ്ങിച്ച ആൾ ഉടനെ ഇവിടെ കൊണ്ടുവന്നു. ഈ വില്ലേജ് ഓഫീസർ ചുവരിനാട് വടക്ക് കൊണ്ടുവന്നു അളന്ന് കഴിഞ്ഞപ്പോ 36 സെന്റ് സ്ഥലമില്ല, 35 ഉള്ളെന്ന് പറഞ്ഞു. 45 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. 1.25 ലക്ഷം രൂപ. പുറത്തെ 60 വരെ 1 ലക്ഷം രൂപ. അല്ല, അത് 1 ലക്ഷം രൂപ അല്ല, 1.25 ലക്ഷം. അത് കണക്ക് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് വന്നത് ചേച്ചി ഈ വസ്തു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടാതെ മുറിച്ചു മാറ്റാതെ ഒരുമിച്ച് ആക്കി എഴുതി ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അത് എഴുതി കൊടുക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ഞാൻ എഴുതി കൊടുക്കാനുണ്ടായ കാരണങ്ങൾ, ആരെങ്കിലും വിൽപ്പനക്കാർ വില ആൾക്കാർ വന്നപ്പോൾ ഈ വസ്തു എഴുതി ഒപ്പിട്ട് തന്നത് നമുക്ക് കൊടുത്ത് കാശ് വാങ്ങിക്കാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. എഴുതി ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ കാര്യം ആടി പൈസ തരട്ടെ. ഞാൻ ചെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് കൊല്ലിത്തണ്ട് കൊല്ലമാണ് 4-ാം വാർഡ്. അപ്പൊ ചക്കോന്ന് 16 വർഷമാണ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് അവൻ കാശ് തരട്ടെ. 9 മാസം ഞാൻ പാത്രത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാരണം എനിക്ക് യാതൊരു വർഷമില്ല, കാലം തുണിയില്ല, ഭക്ഷണമില്ല, ആഹാരമില്ല, മരുന്നില്ല, കാലെല്ലാം വേദന, ഈ കണ്ണാടി കിടക്കും. അല്ല, അത് നമുക്ക് അവിടെ മതം വേണ്ട, ആരോ ആയിക്കോട്ടെ. അപ്പൊ അത് നമുക്ക് പിന്നെ അയാൾ വാങ്ങിയ ആളിന് പൈസ കൊടുത്ത് വാങ്ങിച്ചു, അയാൾക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അയാളെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. പക്ഷെ ഇത് കൊടുത്തത് വേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാതിരുന്നത് ഈ പറഞ്ഞ നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ ചേച്ചിക്ക് ചോദിച്ചു വരുന്നേ, താമസിക്കുക ചേച്ചിയുടെ സ്വന്തം ഭൂമിയായിരുന്നു, നിങ്ങൾ ചേട്ടത്തിക്കും അനിയത്തിക്കും പേരിലുള്ള ഭൂമിയായിരുന്നു. ചേട്ടത്തിയുടെ മകനും ചേട്ടത്തിയും ചേച്ചിയും കൂടെ ആയിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. വസ്തു മകന്റെ പേരിൽ എഴുതി കൊടുത്തു, ചേച്ചിയുടെ മകന്റെ പേരിൽ എഴുതി കൊടുത്തു. ആ ചേച്ചിയും അപ്പൊ മകന്റെ പേരിൽ എഴുതി കൊടുത്തു, മകന്റെ പേരിൽ എഴുതി കൊടുത്തു. അത് ഞാൻ ചോദിക്കുന്നത്, ആ ചേച്ചിയും അതായത് ചേച്ചിയുടെ ചേട്ടത്തിയും മകന്റെ പേരിൽ എഴുതി കൊടുത്തു. എഴുതി കൊടുത്തു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മകന്റെ പേരിൽ എഴുതി കൊടുത്തിട്ട് ആ മകൻ ആ ചേച്ചിയും കൊണ്ട് അങ്ങ് പോയി അല്ലേ? വേറെ മാറി താമസിക്കുന്നു. ചേച്ചി ഇപ്പൊ അങ്ങോട്ട് കേട്ടുന്നില്ല. അടിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പൊ ശരി. അപ്പം ഇപ്പം ഇവിടെ ഈ വസ്തു വിറ്റതിന്റെ അർഹമായ പണം ചേച്ചിക്ക് തന്നിട്ടുമില്ല. ഇന്ന് അനാഥയെ പോലെ ഇവിടെ ജീവിക്കുകയാണ്. വീടില്ല, ബാത്റൂമിലായിരുന്നു കിടന്നിരുന്നത്. ഇപ്പൊ ബാത്റൂം ഇടിച്ചു പൊളിച്ചു. അപ്പൊ ഈ ഭൂമിയുടെ സ്വത്ത് തന്നിട്ടുമില്ല. അപ്പൊ ഇവിടുത്തെ ഈ പോലീസും അല്ല, ഒരു മിനിറ്റ് വേണ്ട, ഇവിടുത്തെ കേസും കാര്യങ്ങളും ഒക്കെ വന്നപ്പോ എന്തായി? പോലീസിന്റെ നിലപാടെന്തായിരുന്നു? ചക്കോളിലാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോ അവര് 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ കോട്ടപ്പുറത്ത് അയാളെ വന്ന് അന്വേഷിച്ചു. വാസന്തി ഇതുപോലെ പരാതികൾ തന്നിട്ടുണ്ട്, വാസന്തിക്ക് വസ്തു നിലവാരം വിറ്റതിന്റെ പണം കൊടുക്കണോ? അപ്പൊ ഇയാൾ വർഷാപ്പിൽ പോയി. അപ്പൊ ഇയാൾ കള്ള ചെറിയ ലെവലില്ലാത്ത ആളാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് വാസന്തിയുടെ വസ്തുവിനെ വിറ്റിട്ടില്ല സാറേ, ഞങ്ങൾക്കറിയില്ല. അയാളപ്പോ ജോലിക്ക് പോയി വർഷാപ്പില്, അയാളില്ലായിരുന്നു. പിന്നെ ഇതേപ്പറ്റി ഒരു ദുഃഖത്തിന് കാരണമായിട്ട് പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടില്ലേ? പോലീസ് ഇതുവരെ ഈ ചേച്ചി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചിട്ടില്ല. അതായത് ഫുൾ ടൈം ചേച്ചി ഇവിടെ ഉണ്ട്, എന്നിട്ട് പോലീസ് ഇവിടെ വന്നിട്ടില്ല. പക്ഷെ പോലീസ് ആ പുള്ളിയെ കാണാൻ ചെന്നിരുന്നു അവിടെ. അപ്പൊ തുടർന്നുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ അല്ലല്ല, ഞാൻ ചോദിക്കുന്നത്, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ഉണ്ടായി എന്നാണ് ചേച്ചി പറയുന്നത് അല്ലെ? ഒപ്പം അർഹതപ്പെട്ട ഈ ഭൂമി വിറ്റ സമയത്ത് അതിൽ അർഹതപ്പെട്ട തുക ചേച്ചിക്ക് കിട്ടിയിട്ടുമില്ല. ചേച്ചി ഇന്ന് അനാഥയാണ്, ജീവിക്കാൻ കയറിക്കിടക്കാൻ വീടില്ല. കിടന്നിരുന്നത് ഒരു ബാത്റൂമിലായിരുന്നു. ആ ബാത്റൂം ഇടിച്ചു പൊളിച്ചു. ഇന്ന് ഇവിടെ തന്നെയാണ്, രാത്രിയും പകലും ഇവിടെ തന്നെയാണ് താമസം. ഇപ്പൊ ജീവിതമൊക്കെ എങ്ങനെ, ആഹാരമൊക്കെ എങ്ങനെ? പോകുന്നവരോട് 50 രൂപ 10 രൂപ
20 രൂപ തന്ന് അങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ഒരു ഹോട്ടലുണ്ടാവും, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്നും കഴിക്കത്തില്ല. ശാലം വെള്ളം അപ്പുറത്തുനിന്ന് പോയി വെള്ളം കൊണ്ടുവന്ന് കുടിക്കും. അപ്പൊ മെമ്പറൊക്കെ ഇടപെട്ടിട്ട് അപ്പൊ ഈ ബാത്റൂം എടുത്തതിന് ശേഷം ഞാൻ ഈ തറയെ കിടക്കുമ്പോൾ സാറേ പിന്നെ ഇവിടെ ഉള്ള 2 ചെറുപ്പക്കാര് ചപ്പോളി പോലീസുകാരെ വിളിച്ചു. പോലീസുകാർ പറഞ്ഞു രാത്രിയിൽ സന്ധ്യ സമയത്ത് 7 മണി കഴിഞ്ഞു. അപ്പൊ ഒരു തവണ പോലീസ് ഇവിടെ വന്നിരുന്നു. ഇതും പ്രകാരം ഞാൻ ഈ തറയെ കിടക്കുന്നത്. അപ്പൊ നാട്ടുകാർ പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, തല്ല് കൊല്ലുക മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടായോ ഞങ്ങൾ ഇതിനെ ഒത്തു നിൽക്കണ്ട, ഞങ്ങൾ ഇടവേള നിൽക്കണമെന്ന് ഉള്ള സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ പോലീസുകാർ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് സെക്യൂരിറ്റി ആ മെമ്പർ ഇവിടെ വന്നിട്ട് മെമ്പറും ഭർത്താവും ഇവിടെ വന്നിട്ട് ഇയാളെ ഇവിടെ കിടക്കണ്ട, ബാത്റൂമിന് കല്ല് വെച്ചപ്പോൾ ഈ മണ്ണിനകത്ത് ഭൂമിക്കകത്ത് തറയിൽ കിടക്കണ്ട പറഞ്ഞ് തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ അവിടെ കൊണ്ട് സുരക്ഷിതമായി കിടത്തിയിട്ട് പിറ്റേ ദിവസം ഈ മെമ്പറും ഭർത്താവും കൂടി ഇവിടെ വന്നിട്ട് എന്നെ കൂട്ടി അന്യനോട് ചക്കോളി പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഈ മെമ്പർ എന്നെ കൂട്ടി കൊണ്ടുപോയി. ചക്കോളിൽ കൊണ്ടുപോയി ഇയാളെ കൊണ്ട് എഴുതി ഒപ്പിടിയിച്ചു പൈസ കൊടുക്കണമെന്ന്. ഈ മെമ്പറും പറഞ്ഞ് അവിടെ SI എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിയിച്ചു. ഒപ്പിട്ട് ഇത്രയും ദിവസമായി പൈസ അവൻ ഇവിടെ വന്നിട്ടില്ല, തന്നിട്ടുമില്ല. ഓക്കെ, അപ്പൊ യാതൊരു നടപടികളും ഇതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്ന് എങ്ങൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ഇത് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇത് എത്തിക്കാം കേട്ടോ. പരിഹാരം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം കേട്ടോ. ചേച്ചിയുടെ പേര് വാസന്തി അല്ലേ? ഈ സ്ഥലം എന്ന് പറയുന്നത് അപ്പുറം പത്തനംതിട്ട ജില്ല, ഇത് കൊല്ലം ജില്ല. ഇത് മൃഗാശുപത്രി പള്ളിക്കലിൽ നിന്ന് വരുമ്പം, അതായത് ആനേടിയിൽ നിന്ന് വരുമ്പം വെള്ളച്ചിറ കഴിഞ്ഞ് വടക്കോട്ട് വന്ന് മൃഗാശുപത്രി ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് വരുമ്പം പടിഞ്ഞാറേ സൈഡിൽ കാണുന്ന അല്ലേ? ഈ വീട്ടുപേരെന്തായിരുന്നു ഇവിടുത്തെ? കണ്ടാളം വിളയിൽ വീട്. ഓക്കെ, ആനേടി വയ്യാങ്കര പിയോ. ശരി, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ശരി, ഓക്കെ.